ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബോ ഡെക്കറേഷനാണ്. സാധാരണ നമ്മൾ ഒരു ബോ അല്ലേ ചെയ്യുന്നത്. ഇത് 2 ബോ ചേർത്ത് വെച്ച് ഒരു ബോ ആക്കിക്കൊണ്ടാണ്. ഇത് വ്യത്യസ്തമായിട്ട് മറ്റൊരു ഡെക്കറേഷനാണ്. അതും മനോഹരമായിട്ട് നമുക്ക് ഈ ബോ നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ച് നമുക്ക് തന്നെ നമ്മളെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നത്. പല മോഡലിലെ ബോസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ ഫ്ലവേഴ്സ് വെച്ചും ഫ്ലവേഴ്സ് വെക്കാതെയും. ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാം, ആർക്കും ചെയ്യാവുന്ന ഒരു ബോ ഡെക്കറേഷൻസാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 ബോ വെച്ച് ഒരു ബോ ആക്കിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു ബോ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറ് അത് നമ്മളത് മറയ്ക്കത്തക്ക വിധത്തിലാണ് ചരിച്ച് വെച്ച് ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് സാറ്റേണിൻ്റെ ചെറിയ റിബൺ കിട്ടും, ചെറിയ ലേസ് കിട്ടും, ഫാൻസി ലേസ് പോലെ ചെറിയ ലേസ് കിട്ടും. അത് വെച്ച് ഈ 2 ബോയും ഞാൻ ചുറ്റി വരിഞ്ഞ് ആ ഒരു ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഇത് OHP ഗ്ലാസ് ഷീറ്റാണ്. അതിൻ്റെയും ഉപയോഗം നമുക്കിവിടെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് കിട്ടും, ഗോൾഡൻ നെറ്റോ സിൽവർ നെറ്റോ കിട്ടും. അത് വെച്ച് വേണമെങ്കിലും ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്തു എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ OHP ഷീറ്റ് ആ ഒരു 2 ബോ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എത്ര വേണമെന്നുള്ളത് നോക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് B7000 നല്ല സൂപ്പർ ഗ്ലൂ ആണത്. പെട്ടെന്നത് നമ്മൾ ഗ്ലൂ ഗണ്ണിനേക്കാളും അത്രത്തോളം നല്ല എഫക്റ്റുള്ളൊരു ഗ്ലൂ ആണ് B7000 എന്ന ഗ്ലൂ. അപ്പം ഇത് വെച്ച് നമ്മൾ ഇതുപോലെ 2 സൈഡ് വെച്ച് ഒട്ടിച്ചെടുത്ത് ബാലൻസ് കുറച്ചുണ്ടായിരുന്നു ആ ഒരു ഷീറ്റ് അവിടെയും നമ്മളത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലെന്ന് വെച്ചാൽ ഇത് ഗോൾഡൻ റിബണാണ്. അത് വെച്ച് ഒരു 2-3 ലെയർ വന്നപ്പോഴാണ് അത് കവർ ചെയ്തെടുക്കാൻ പറ്റിയത്. ഒറ്റ ലെയറിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്ററിലുള്ളൊരു വീതി കുറച്ചും എടുക്കാം. ഇത് ഞാൻ ആ ഒരു സെൻറ്ററിൽ കുറച്ച് വീതിയോടുകൂടി വെച്ചിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്തും വെക്കാം. മറ്റുള്ള ബോയിൽ ചെയ്തിരിക്കുന്ന ഫ്ലവർ കണക്ക് ഇത് ഫ്ലവറൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോ ചെയ്യാനായിട്ടായിരുന്നു വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇതുപോലെ ഇതിപ്പം ഗോൾഡൻ ഇത് വെച്ച് കവർ ചെയ്ത്. ഇനി ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാൻസി സെൻറ്ററുകളിൽ കിട്ടും ചെയിനാണ്. അത് സ്റ്റോൺ ചെയിൻ, വൈറ്റ് സ്റ്റോൺ ചെയിനാണ്. യെല്ലോയും റെഡൊക്കെ കിട്ടും. പക്ഷേ വൈറ്റിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈറ്റ് ചെയിൻ ഇതുപോലെ അതും B7000 എന്നൊരു ഗ്ലൂ വെച്ച് 2 സൈഡിലും വെച്ചതിന് ശേഷം 2 സൈഡും കവർ ചെയ്തെടുത്തിരിക്കുക. നമ്മൾ ചെയ്യുന്നത് ചെറിയ ഐറ്റംസ് ആണെങ്കിലും നല്ല രീതിയിൽ അത് കവർ ചെയ്തിങ്ങെടുത്താൽ മതി. ആ ഒരു ബോയുടെ ഏറ്റവും താഴത്തെ ഭാഗവും ഈ ഒരു ഗോൾഡൻ റിബൺ കൊണ്ട് നീറ്റായിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്യാമെന്ന് കരുതി ഞാൻ ഡിസൈൻ ചെയ്തില്ല. അതിന് പകരം സ്ട്രെയിറ്റായിട്ട് തന്നെ 3 ലെയറായിട്ട് സെൻറ്ററിൽ കൂടെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് വെച്ച് 3 ലെയറായിട്ട് ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു സൈഡിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് നമുക്കത് സ്റ്റാൻഡായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോ ഡെക്കറേഷനാണ്. നമ്മൾ തന്നെ ചെയ്ത ഒരു ബോയാണ്. 2 ബോ ചേർത്ത് വെച്ച് ഒരൊറ്റ ബോയാക്കി നമുക്ക് ചെയ്തെടുത്ത് നല്ലൊരു ഗോൾഡൻ ടച്ചോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലെ മോളൂട്സാണ്. പേര് ഹിബൂസാണ്. മോൾക്ക് ബോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.